ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗ്ഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കാം. വെജിറ്റബിൾ സ്റ്റഫ്ഡ് ചപ്പാത്തി. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഇതിനു വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്. നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തീരെ ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം. 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ഗ്രീൻ പീസ് അരിഞ്ഞത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ക്യാബേജ്. ഇനി ഇവയെല്ലാം കൂടി 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. തുടർച്ചയായി ഇളക്കി കൊടുക്കുകയും വേണം. 3 മിനിറ്റിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. അവസാനമായി വേവിച്ച ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തതും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഒരു മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഇത് ഫില്ല് ചെയ്യാനായി ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി പകുതി കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുവാനായി 2 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ എണ്ണ, 3/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവയാണ് എടുത്തിരുന്നത്. ഈ ഫില്ലിങ്ങിനായി നമുക്ക് 7 ചപ്പാത്തി വേണ്ടിവരും. ഇനി നമുക്ക് വെജിറ്റബിൾ ചപ്പാത്തിയിലേക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. സൈഡ് ഒട്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് മൈദയും വെള്ളവും ചേർത്ത് കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു എൻവലപ്പ് ഫോൾഡ് ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഒരു തവയിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പൊള്ളി കഴിയുമ്പോൾ മറിച്ചിട്ട് എണ്ണ തൂത്ത് കൊടുക്കണം.
ഇതുപോലെ തന്നെ മറുവശത്തും എണ്ണ തൂത്ത് കൊടുക്കണം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ നല്ലൊരു ഡിഷാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്